ചിത്രയുടെ അവസാനത്തെ 2 പാദങ്ങളും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ 3 പാദങ്ങളും അടങ്ങിയിട്ടുള്ള തുലാക്കൂർ ജനിച്ചവരുടെ വിഷുഫലങ്ങളെ നോക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനപരമായ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറുകയും പരീക്ഷകളിൽ ഉയർന്ന മാർക്കോടെ വിജയം നേടാനും സാധിക്കും. പഠനം കഴിഞ്ഞ് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കാനും സാധ്യതയുള്ള സമയമാണിത്. ജോലിയിലുള്ളവർക്ക് മേലുദ്യോഗസ്ഥരുമായും സഹപ്രവർത്തകരുമായും ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം മാറും. ചിലർക്ക് അനുകൂലമായ സ്ഥലം മാറ്റമുണ്ടാകും. വരുമാനവും അധികരിക്കും. വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി കുട്ടികളില്ലാത്തവർക്ക് ഈശ്വരാനുഗ്രഹത്താൽ സന്താനഭാഗ്യം ലഭിക്കും. വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്കും സാമ്പത്തിക നേട്ടമുണ്ടാകും. തൊഴിൽ കൂട്ടാളിയുമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. തൊഴിൽപരമായ പ്രതിസന്ധികൾ മാറി പുരോഗതി ഉണ്ടാകും. ഏറ്റെടുക്കുന്ന കാര്യങ്ങളെല്ലാം വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും. യാത്രകൾ മൂലം മനസ്സന്തോഷമുണ്ടാകും. കുടുംബത്തിലുള്ളവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കുറയും. ദീർഘകാല സ്വപ്നങ്ങൾ പൂർത്തിയാക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. കേസുകളിൽ അനുകൂലമായ വിധിയുണ്ടാകും. കലാകാരന്മാർക്ക് നിരവധി അവസരങ്ങൾ ലഭിക്കുന്ന സമയമാണിത്. ഏത് കാര്യത്തിലും ഊർജ്ജസ്വലതയോടെയും ധൈര്യത്തോടെയും പ്രവർത്തിക്കാനും സാധിക്കും. മൊത്തത്തിൽ നോക്കുമ്പോൾ വരാൻ പോകുന്ന ഒരു വർഷക്കാലം അനുകൂല ഫലങ്ങളായിരിക്കും തുലാക്കൂറുകാർക്ക് അധികം ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തുലാക്കൂർ ജനിച്ചവരുടെ വിഷുഫലങ്ങളെ ഇവിടെ നിർത്തുന്നു.